ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഹിന്ദു അനാലിസിസിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്നുണ്ട്. പ്രത്യേകിച്ചും G7 മീറ്റിംഗിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. G7ന്റെ ചില പ്രധാനപ്പെട്ട പദ്ധതികൾ, ചൈനയെ നേരിടുവാനുള്ള പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കാണും. G7 accommodates Indian stand on need for internet curbs. Open Society statement revoked to prioritize national security over freedom. ഒരു സൈഡിൽ ഇന്റർനെറ്റ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്നു, മറ്റേ സൈഡിൽ നമുക്ക് നാഷണൽ സെക്യൂരിറ്റി കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയുടെ ടഫ് നെഗോഷിയേഷൻസ് ജോയിന്റ് കമ്മ്യൂണിക് issued by G7 and guest countries at the session on open societies had ensured that original language criticizing internet shutdowns was amended to include New Delhi's concerns. അതായത് ഇന്റർനെറ്റ് ഷട്ട്ഡൗൺസിനെ കുറിച്ച് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് G7ന്റേതായിട്ട് വരേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുകയും ഇന്ത്യ പറയുകയുണ്ടായി നാഷണൽ സെക്യൂരിറ്റിക്ക് കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വ്യൂ മുൻപോട്ടേക്ക് വെക്കുകയും ഉണ്ടായി. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയൊരു മാറ്റം G7 ലീഡേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താണെങ്കിലും ഇന്ത്യയുടെ സ്റ്റാൻഡിന് ലഭിച്ച ഒരു അംഗീകാരമായിട്ട് വേണം നമുക്ക് ഇതിനെ കാണേണ്ടത്. എക്സ്ക്യൂസ് മീ. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ എസ് ജയശങ്കർ പറയുന്നുണ്ട്, ലോ ആൻഡ് ഓർഡർ കൺസേൺസ് ആർ ഇമ്പോർട്ടന്റ് ആൻഡ് പബ്ലിക് സേഫ്റ്റി ഹാസ് ടു ബി പ്രയോറിറ്റൈസ്ഡ് വെൻ റെഗുലേറ്റിംഗ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യൂ ആണ്. പ്രത്യേകിച്ചും സിവിൽ സർവീസ് ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുൻപോട്ടേക്ക് വെക്കാവുന്ന ഒരു വ്യൂ ആണ്. ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട്സിനെ കുറിച്ച് പല കൺട്രീസും പറഞ്ഞപ്പോൾ ഇന്ത്യ മറ്റൊരു കാഴ്ചപ്പാടാണ് മുൻപോട്ടേക്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. Government report flagged lapses in Nagaland bat study. The role of foreign authors underlines amid sample storage flow. More than a year after probe into a filovirus study of bats in Nagaland by Bangalore-based National Center for Biological Sciences and Tata Institute of Fundamental Research, the government has concluded that there had been concerning lapses in the conduct and protocol followed by the study. അപ്പോൾ ആ സ്റ്റഡിയിൽ ഒരുപാട് ലാപ്സസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത സ്പെഷ്യൽ റിപ്പോർട്ടായിട്ട് ഹിന്ദു ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. Findings of the report became significant given the debate over the origins of COVID-19 worldwide and handling of bat samples at the Wuhan Institute of Laboratory. However, scientific experts and officials said that the Hindu made it clear that Nagaland bat study on filoviruses, Ebola and Marburg was in no way related to coronavirus. Coronavirus സ്റ്റഡി അവിടുത്തെ പഠനത്തിന് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അവിടുന്നുള്ള ബാറ്റിൽ നടത്തിയ പഠനം കൊറോണ വൈറസുമായിട്ട് ലിങ്ക് ഇല്ല എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടിയില് 6 എംപിമാരിൽ 5 പേരും ചിരാഗ് പാസ്വാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ അങ്കിൾ പരസിനോട് പാർലമെന്ററി പാർട്ടി നയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ബീഹാറിൽ ചീഫ് മിനിസ്റ്ററായ നിതീഷ് കുമാറിന് ഇതിലൊരു പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം 6.3% മാറിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പണപ്പെരുപ്പത്തെ കുറിച്ചുള്ള. ഗുജറാത്ത് പോലുള്ള ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കാണുന്നു. ലോക്കൽ പേജുകളാണ്, നമുക്ക് ആവശ്യമില്ല, എന്നത് ഒഴിവാക്കുകയാണ്. ഡിസ്കസ് ചെയ്യേണ്ടത് പേരുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. അടുത്ത ലോക്കൽ പേജുകളും പരസ്യമുള്ള പേജുകളുമാണ്.
ബാദൽ നോട്ട് ടു അപ്പിയർ ബിഫോർ SIT ടുമോറോ ഇൻ കൊടാക്പുര കേസ്. അത് ആവശ്യമില്ല, പഴയ CM-നെ കുറിച്ചുള്ള ലോക്കൽ പേജുകളാണ്. പഞ്ചാബ്, ഡൽഹി, ഹരിയാന ലോക്കൽ പേജുകൾ നമുക്ക് ആവശ്യമില്ല. എഡിറ്റോറിയലിലേക്ക് പോകാം. പ്രധാനപ്പെട്ടതാണ് an elite club. G7 needs to be more open and less exclusive in an increasingly interlinked world എന്നുള്ള ഒരു എഡിറ്റോറിയൽ. G7 പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു എഡിറ്റോറിയൽ. G7 സമ്മിറ്റ് കബ്രിസ്ബേയിൽ നടക്കുന്നു. വളരെ ശക്തമായ 2 മെസ്സേജസ് അയക്കുന്നു. ഒന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഈസ് ബാക്ക് ടു ടേക്ക് ലീഡ് ഓൺ ഗ്ലോബൽ ചലഞ്ചസ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു സന്ദേശം. G7 കമ്മിറ്റ്മെന്റ് ടു ഡൊണേറ്റ് 1 ബില്യൺ കൊറോണ വൈറസ് vaccine to poorer countries and to invest 12 trillion in their combined pandemic recovery. US ഒരു മുഖ്യധാരയിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊരു ഓപ്പൺ സൊസൈറ്റി G7 ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യ, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക എല്ലാം തന്നെ അവരുടെ സപ്പോർട്ട് പറയുകയുണ്ടായി. അപ്പോൾ ബിൽഡ് ബാക്ക്, അമേരിക്കയുടെ ശക്തമായ ഒരു നേതൃത്വം ഏറ്റെടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. മാത്രമല്ല സിൻജിയാങ്ങിലും മറ്റും നടക്കുന്ന അവിടുത്തെ റൈറ്റ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. റെഫറൻസസ് വന്നു, ചൈനയെ കുറിച്ച് ഡയറക്റ്റ് റെഫറൻസസ് വന്നിട്ടുണ്ട്. ഹോങ്കോങ്ങിലെ ഫ്രീഡത്തെ കുറിച്ച് ചർച്ചകൾ വന്നു. നോൺ മാർക്കറ്റ് പോളിസീസും പ്രാക്ടീസസിനെ കുറിച്ചും ചർച്ചകൾ വന്നു. അപ്പോൾ G7 അതിൽ നേരത്തെ G8 ആയിരുന്നു, റഷ്യ മാറി. അപ്പോൾ റിച്ചസ്റ്റ് കൺട്രീസ് ആണ്. അതിൽ വെൻ എമർജിങ് എക്കോണമീസ് ചൈന ആൻഡ് ഇന്ത്യ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഒരുപക്ഷെ അത് ഇന്ത്യയും ചൈനയും കൂടിയൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം. യൂറോപ്യൻ യൂണിയൻ ഇസ് എ മോർ റെപ്രസെന്റേറ്റീവ് യൂണിറ്റ് ദാൻ ദ ഇൻഡിവിജ്വൽ യൂറോപ്യൻ G7 മെമ്പർ കൺട്രീസ്. അപ്പോൾ ഇനിയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ശക്തമായ ഒരു ഗ്രൂപ്പിംഗ് ആയി G7 മാറും എന്നുള്ളത് സംശയമില്ല. പ്രത്യേകിച്ചും G7 ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളും ലോകത്തിന് തന്നെ ഗുണകരമാണ്. വാക്സിൻ പോളിസിയുടെ കാര്യത്തിലും മറ്റുമൊക്കെ തന്നെ ഗുണകരമാണ്. ന്യൂമറോ യുനോ ജോക്കോവിക് now in sight of a golden slam after winning on a different surface. Novak Djokovic has always maintained the ending his career with the most number of Grand Slam titles. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് വാങ്ങി അദ്ദേഹം ഒരു മികവ് തെളിയിച്ചിരിക്കുകയാണ്. സ്പോർട്സിൽ നിന്ന് ഉള്ള ഒരു എഡിറ്റോറിയലാണ്. റോജർ ഫെഡറർ, റഫാൽ നദാൽ ഇവരെയൊക്കെ കടന്ന് അദ്ദേഹം മുൻനിരയിലേക്ക് കടന്നു വരുന്നു. ഹിന്ദു അദ്ദേഹത്തിന്റെ ആ ഒരു വിക്ടറി ഒരു എഡിറ്റോറിയലിലൂടെ ചർച്ച ചെയ്യുകയും കൂടിയാണ്. നാഷണൽ ആർക്കൈവ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ ലേഖനം സമയമുണ്ടെങ്കിൽ വായിക്കാം. ലക്ഷദ്വീപിലെ പ്രൊട്ടസ്റ്റ് ശക്തമായി മുൻപോട്ടേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്ത. പ്രഫുൽ പട്ടേൽ അദ്ദേഹം ഇന്നലെ ലക്ഷദ്വീപിൽ എത്തിയിരുന്നു. പിന്നെയൊക്കെ പൊളിറ്റിക്കൽ വാർത്തകളാണ്, നമുക്ക് അത്ര ആവശ്യമൊന്നുമില്ല. വത്തിക്കാൻ റിജക്ട്സ് നൺസ് പ്ലീ ഓൺ ഡിസ്മിസൽ. സിസ്റ്റർ ലൂസി സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു വാർത്ത. A floating bed of degraded water hyacinth being prepared for cultivation of marigold at Tanirmukh. A small fraction of millions of marigold flowers used during the annual Onam season to make floral carpets and decorate homes will come from a floating raft farming experiment. ഇതെന്താന്ന് വെച്ചാൽ ഈ ഫ്ലോട്ടിംഗ് റാഫ്റ്റില് പൂക്കള് കൃഷി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. തണ്ണീർമുഖത്ത് തുടങ്ങിയതാണ്. ഇത് ഒരു പരിധി വരെ നമുക്ക് ഈ പായലൊക്കെ ഒഴിവാക്കാൻ സഹായകരമാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പലയിടത്തും കൊണ്ടുവരാം. സസ്റ്റൈനബിൾ ഫാമിങ്ങിന്റെ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ജേർണലിസ്റ്റ് കിൽഡ് ഇൻ UP റോഡ് ആക്സിഡന്റ്. അതിൽ ലിക്കർ മാഫിയയിൽ നിന്ന് അദ്ദേഹം പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. ആക്സിഡന്റ് ഇൻവെർട്ടഡ് കൊമയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഗാൽവാൻ കാഷിന് ഏതാണ്ട് 1 വർഷമായിരിക്കുന്നു. നമ്മൾ ഒരുപാട് അനലൈസ് ചെയ്തിട്ടുള്ളതാണ് ഗാൽവാൻ ഇഷ്യൂ. നമ്മൾ മലയാളത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ. ഈ വാർത്തകളെല്ലാം തന്നെ അനലൈസ് ചെയ്യുക. സ്പോർട്സ് പേജാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പ്രത്യേകിച്ചും G7 ഇനിഷ്യേറ്റീവ്സ് ശ്രദ്ധിക്കുക.